നമസ്കാരം. തൃശൂർ മാളയിൽ കാണാതായ 6 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുഴൂർ സ്വർണ്ണപ്പള്ളം മഞ്ഞളി അജേഷിന്റെ മകൻ ഏബലാണ് മരിച്ചത്. അയൽവാസിയായ ജോജോയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. ജോജോ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പോലീസ് പറഞ്ഞു. ജോജോ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും കുട്ടി എതിർത്തതോടെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് നിഗമനം. ഇന്നലെ വൈകുന്നേരം മുതലാണ് വീടിന് സമീപത്തെ സ്വർണ്ണപ്പള്ള പാടശേഖരത്തിന് സമീപമുള്ള റോഡിന്റെ ഭാഗത്തു നിന്നും കുട്ടിയെ കാണാതാകുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി. പിന്നീടാണ് മൃതദേഹം വീടിനടുത്തുള്ള കുളത്തിൽ നിന്നും കണ്ടെടുക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും അതിനുശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂവെന്ന് റൂറൽ SP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. കുട്ടി യുവാവിനൊപ്പം കളിക്കുന്നതും പിന്നീട് ഇയാൾക്ക് പിന്നാലെ കുട്ടി ഓടിപ്പോകുന്നതും പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടി കുളത്തിലുണ്ടെന്ന് ജോജോ പറഞ്ഞു. കുട്ടിയെ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും എതിർത്തപ്പോൾ കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നുമായിരുന്നു ഇയാൾ മൊഴി നൽകിയത്. ഈ സമയം കുട്ടിയെ കാണാതായിട്ട് 3 മണിക്കൂർ പിന്നിട്ടിരുന്നു. തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പിടിക്കപ്പെട്ടയാളാണ് യുവാവ്. ഇയാൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 9:30യോടെയാണ് വീടിനടുത്തുള്ള കുളത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ നേരമേറെ വൈകിട്ടും കുട്ടി വീട്ടിൽ തിരികെ എത്താതെ വന്നതോടെ വീട്ടുകാർ പരിഭ്രമിച്ച് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കളി കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് മടങ്ങി എന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് മൊഴി നൽകിയത്.